രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും മാനനഷ്ട കേസ്. ഭാരത് ജോഡോ യാത്രയ്ക്കിടെ RSSനെതിരെ നടത്തിയ വിമർശനത്തിനെതിരെയാണ് കേസ്. ഹരിദ്വാർ കോടതിയിൽ ക്രിമിനൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഹരിത കരുണാകരൻ ചേരുന്നു. ഹരിത, കഴിഞ്ഞ ദിവസം പട്ന കോടതിയിലും ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഹരിദ്വാർ കോടതിയിലും ക്രിമിനൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ആൻസല, മോദി പരാമർശത്തിൽ രാഹുൽ ഗാന്ധിയെ MP സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയതിന് ശേഷം വീണ്ടും രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു അപകീർത്തി കേസ് ഉയർന്നു വന്നിരിക്കുകയാണ്. RSS 21ാം നൂറ്റാണ്ടിലെ കൗരവർ എന്ന രാഹുലിന്റെ പരാമർശത്തിനെതിരെയാണ് പുതിയ പരാതി ഉയർന്നിരിക്കുന്നത്. RSS പ്രവർത്തകനായ കമൽ ഭദോരിയെയാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. ഹരിദ്വാർ കോടതിയിലാണ് ഇയാൾ കേസുമായി സമീപിച്ചിരിക്കുന്നത്. കേസ് ഏപ്രിൽ 12-ന് കോടതി പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതേസമയം മോദി പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണെന്ന് കോടതി വിധിയെ തുടർന്ന് ലോക്സഭാ അംഗത്വം നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് ഈ ഒരു പരാതിയും ഉയർന്നു വന്നിരിക്കുന്നത്. ഈ പരാതി കൂടാതെ ഇതിനു മുന്നും കൂടുതൽ കേസുകൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഭാരത് ജോഡോ യാത്രക്കിടെ ജനുവരിയിൽ കുരുക്ഷേത്രയിൽ വെച്ചായിരുന്നു ഇങ്ങനൊരു പരാമർശം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നത്. പരാതിക്ക് അടിസ്ഥാനമായ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന എന്താ വെച്ചാൽ, RSSകാർ കാക്കി ഹാഫ് പാൻറ് ധരിക്കുകയും ലാത്തി കൈവശം വെക്കുകയും ശാഖകൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വിവാദ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇയാൾ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. ഇതിനെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 499, 500 വകുപ്പുകൾ പ്രകാരമാണ് ഇദ്ദേഹം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്രിമിനൽ മാനനഷ്ടവുമായി ബന്ധപ്പെട്ട 2 വകുപ്പുകളും 2 വർഷം തടവാണ് പരമാവധി ശിക്ഷ. ഈ ഒരു കേസിൽ വിധി വന്നാൽ രാഹുൽ ഗാന്ധിക്ക് നേരിടേണ്ടി വരിക. ഈ വിഷയത്തിൽ വിശദീകരണം തേടി രാഹുൽ ഗാന്ധിക്ക് അയച്ച നോട്ടീസ് അദ്ദേഹം പ്രതികരിച്ചില്ലെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി കേസുകൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഏപ്രിൽ 11-ാം തീയതി വയനാട്ടിൽ വീണ്ടും രാഹുൽ ഗാന്ധി സന്ദർശനത്തിന് എത്തും എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. MP സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷവും വയനാട്ടിൽ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നില്ല എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് വയനാട്ടിൽ കേരളത്തിലേക്ക് വീണ്ടും രാഹുൽ ഗാന്ധി സന്ദർശനത്തിന് എത്തും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. എങ്കിലും ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ ഉന്നയിച്ച രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ കേസുകൾ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. RSS കൗരവർ എന്നുള്ള ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പുതിയ കേസ്. അതും ഹരിദ്വാർ കോടതിയിലാണ് കേസ് സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലെല്ലാം പാർലമെന്റിന്റെ പ്രതിപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷ പാർട്ടികളും രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ അയോഗ്യനാക്കിയ നടപടിക്കെതിരെ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് ദിനംപ്രതി രംഗത്ത് വരുന്നുണ്ട്. ഈ ഒരു സമയത്താണ് പാർലമെന്റിൽ അയോഗ്യനാക്കിയ നടപടിയിൽ കൂടുതൽ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏപ്രിൽ 2ാം വാരത്തോടെ രാഹുൽ ഗാന്ധിയുടെ ഈ വിഷയത്തിൽ കൂടുതൽ കോൺഗ്രസ് ഒരു 2ാം വാരത്തോടെ ദില്ലിയിൽ തന്നെ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ഒരു വിശാല സഖ്യം യോഗം ചേരാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞതിന് ശേഷമായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിശാല സഖ്യ യോഗം കോൺഗ്രസ് ദില്ലിയിൽ ചേരുന്നത്. അത് പ്രതിപക്ഷ സഖ്യത്തെയും കൂടി ചേർത്തിട്ടുള്ള ഒരു വിശാല സഖ്യ യോഗമാണ് അവർ തയ്യാറെടുക്കുന്നത്. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം മാത്രമേ ഈ ഒരു യോഗം ചേരൂ എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ കോൺഗ്രസ് പാർട്ടിയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും മറ്റു പ്രതിപക്ഷ പാർട്ടികളും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ചർച്ചയാണ്. അവർ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ദില്ലിയിൽ സഖ്യം ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ മോദി പരാമർശത്തിൽ രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷവും ഇത്തരത്തിലുള്ള ഓരോരോ കേസുകൾ ദിനംപ്രതി ഉയർന്നു വരികയാണ്. എങ്കിലും രാഹുൽ ഗാന്ധി ഉറച്ച നിലപാടിൽ തന്നെയാണ്. ഇതിലൊരു ക്ഷമാപണം താൻ നടത്തില്ല എന്നുള്ള പരാമർശത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഇതിൽ എല്ലാ ഭാഗത്തു നിന്നും രാഹുൽ ഗാന്ധിക്ക് പിന്തുണയും ലഭിക്കുന്നുണ്ട്. ആൻസല, ശരി, വ്യക്തമാണ് ഹരിത. രാഹുലിനെതിരെ കൂടുതൽ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ മാനനഷ്ട കേസും ഫയൽ ചെയ്തിരിക്കുകയാണ്. ഭാരത് ജോഡോ യാത്രയ്ക്കിടെ RSSനെതിരെ നടത്തിയ വിമർശനത്തിലാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഹരിത കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.